എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്ത ലിഥിയം ഫോസ്ഫേറ്റ് ലൈഫ് Po4 ബാറ്ററി എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് 24 വോൾട്ടിൻ്റെ 200Ah ബാറ്ററി എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ 24 വോൾട്ട് 200Ah എന്ന് പറയുമ്പോൾ 8 ബാറ്ററിയാണ് നോർമലി വരുന്നത്. അപ്പോൾ 8 ബാറ്ററി നമ്മളിവിടെ ഡബിൾ ചെയ്യുകയാണ്. 100Ah ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. നേരെ ഡബിൾ ചെയ്യുമ്പോൾ 200Ah ആയി. അപ്പോൾ 16 സെല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ 24 വോൾട്ട് 200Ah ബാറ്ററി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ 1, 2, 3, 4 ഭാഗങ്ങളിലൊക്കെ പറഞ്ഞതുകൊണ്ട് ആ ഒരു വീഡിയോ കൂടി കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 24 വോൾട്ടിൻ്റെ 200Ah ബാറ്ററിയാണ് അസംബിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 200Ah ബാറ്ററി അസംബിൾ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ചെയ്ത 24 വോൾട്ട് 100Ah ബാറ്ററിയുടെ ഡബിൾ ആണ് വരുന്നത്. 16 സെല്ല് ഉപയോഗിച്ചിട്ടാണ് 200Ah അസംബിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 200Ah 16 സെല്ല് ഉപയോഗിക്കുമ്പോൾ പാരലൽ സീരിയൽ കണക്ഷനായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ചെയ്ത 12 വോൾട്ട് 200Ah സെയിം സിറ്റുവേഷൻ തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കയറി കാണുക. 2 ബാറ്ററികൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് 200Ah ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇതിനു മുമ്പ് ചെയ്ത 100Ah 24 വോൾട്ടിന്റെ 8S ആണ്. അപ്പോൾ ഇതിലുപയോഗിക്കുന്ന BMS ഇതിനു മുമ്പ് ചെയ്ത 24 വോൾട്ട് 100Ah 8S 24 വോൾട്ട് 100 ആംപിയർ ആണ്. ഇതിന്റെ ഡിസ്ചാർജ് വരുന്നത് 100 ആംപിയർ, ചാർജിങ് കറണ്ട് 50 ആംപിയർ. അപ്പോൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ BMS ആയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും കടക്കുന്നില്ല. നമ്മൾ നേരെ സെറ്റിങ്സിലോട്ട് പോവുകയാണ്. നമ്മൾ നേരെ അസംബ്ലിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ 200Ah 24 വോൾട്ട് ഉണ്ടാക്കുവാനുള്ള ഒരു കേസാണിത്. അപ്പോൾ ഈ കേസ് 16 ബാറ്ററി ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു ക്യാബിനറ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകവശം ഇതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ബാറ്ററികൾ പാരലൽ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ വോൾട്ട് ഏകദേശം ബാലൻസിങ് ആണെന്ന് ഉറപ്പുവരുത്തുക. അൺബാലൻസിങ് ആയിട്ടുള്ള ബാറ്ററി ബാലൻസ് ചെയ്ത ശേഷം പാരലൽ ചെയ്യുക. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 3.357 ആണ്. ഇതും 3.353, ഏകദേശം 3.35 വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സെല്ലും ഏകദേശം ബാലൻസിങ് ആയിട്ടുള്ള സെല്ലുകൾ തന്നെ പാരലൽ ചെയ്യുക. ഇനി നമുക്ക് ബാറ്ററി അസംബിൾ ചെയ്യുവാനായിട്ട് ബാറ്ററി പാക്കുകൾ പാരലൽ സീരീസ് ആയിട്ട് വെക്കാം. 2 സെയിം ആയിട്ടുള്ള ബാറ്ററികളാണ് പാരലൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ബാറ്ററി പാരലായിട്ട് വെക്കാം. അതിനുശേഷം 2 ബാറ്ററി അതേപോലെ അടുത്ത ബാറ്ററി 2 സീരീസ് ആയിട്ട് വെക്കാം. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് 2 ബാറ്ററികൾ നെഗറ്റീവ് പോസിറ്റീവ്. അതേപോലെ ഇവിടുത്തെ 2 ബാറ്ററി നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സെല്ലുകളെല്ലാം ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ പാരലൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബസ് ബാർ ഉപയോഗിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്പേസറുകൾ ഇടാം. സ്പേസറുകൾ ഇതേപോലെ മൾട്ടിവുഡ് തന്നെയാണ് ഇടുന്നത്. ഇപ്പോൾ എല്ലാ ബാറ്ററിയും സ്പേസറുകളെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബസ് ബാർ കണക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം ബസ് ബാർ തന്നെയാണ്. ഈ ബസ് ബാർ ഉപയോഗിച്ചാണ് എല്ലാം പാരലും സീരീസും ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഈ 2 ബാറ്ററി പാരൽ ചെയ്യാം. ഇപ്പോൾ ബാറ്ററികളെല്ലാം തമ്മിൽ പാരലൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സീരീസ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നത്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ അടുത്ത നെഗറ്റീവിൽ നിന്നും ഈ ഭാഗത്തുള്ള പോസിറ്റീവിലും
ഈ നെഗറ്റീവിൽ നിന്ന് ഈ ഭാഗത്തുള്ള പോസിറ്റീവിലും ഈ നെഗറ്റീവിൽ നിന്ന് ഈ ഭാഗത്തുള്ള പോസിറ്റീവിലും ഈ നെഗറ്റീവിൽ നിന്ന് ഈ ഭാഗത്തുള്ള പോസിറ്റീവിലും ഈ നെഗറ്റീവിൽ നിന്ന് ഈ ഭാഗത്തുള്ള പോസിറ്റീവിലും ഈ നെഗറ്റീവിൽ നിന്ന് ഈ ഭാഗത്തുള്ള പോസിറ്റീവിലും ഈ നെഗറ്റീവിൽ നിന്ന് ഈ ഭാഗത്തുള്ള പോസിറ്റീവിലും അവസാനം കിട്ടുന്ന എൻഡാണ് നെഗറ്റീവ്. ഇനി നമുക്കിത് തമ്മിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ 1 2 3 4 5 6 7 8 സെറ്റ് ആക്കിയിട്ടുണ്ട്. 8 സെറ്റ് പാരൽ ചെയ്തപ്പോൾ 24 വോൾട്ട് 200 AH ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം സീരീസ് ചെയ്യാം. സീരീസ് ചെയ്യുന്നതിന് ബസ് ബാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സീരീസ് എവിടെയാണ് വരുന്നത്? ഇതാണ് മെയിൻ പോസിറ്റീവ്, ഇത് മെയിൻ നെഗറ്റീവ്. ഈ ബാറ്ററിയുടെ മെയിൻ നെഗറ്റീവ് ആണ് BMSലോട്ട് പോകുന്നത്. BMSൽ നിന്നും വരുന്ന ഔട്ട് നെഗറ്റീവ് ആണ് മെയിൻ നെഗറ്റീവ്. അപ്പോൾ ആദ്യത്തെ സീരീസ് ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇത് രണ്ടും അഴിച്ചിട്ട് അവിടെ ഒരു ബസ് ബാർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബസ് ബാറെല്ലാം ഇട്ട് സീരിയസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെറ്റ് ചെയ്തതിൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. 27.10 വോൾട്ടാണ് ഉള്ളത്, അതായത് 27 വോൾട്ട് ഉണ്ട്. ഇനി നമുക്ക് BMS കണക്ട് ചെയ്ത് ബാലൻസിങ് ആക്കാം. BMS 8 സീരീസ് തന്നെയാണ്. ഈ ഭാഗത്താണ് BMS വെക്കുന്നത്. BMSന്റെ ബ്ലാക്ക് വയർ, അതായത് വണ്ണം കുറഞ്ഞ ചെറിയ വയർ ഇവിടെയാണ് വരേണ്ടത്. അത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന റെഡ് വയറുകളെല്ലാം ഓരോ സീരീസിലാണ് വരേണ്ടത്. ഒരെണ്ണം ഇവിടെ, അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ. ഫൈനലായിട്ട് വരുന്ന പോസിറ്റീവിലോട്ട് വരുന്ന സീരീസും ഇവിടെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോസിറ്റീവ് എടുത്തിട്ട് ടെർമിനലിൽ കൊടുക്കാം. അതേപോലെ BMSലോട്ടുള്ള തടിച്ച നീല വയർ എടുത്തിട്ട്, അതായത് BMSലോട്ട് പോകുന്ന നെഗറ്റീവ് എടുത്തിട്ട് ഈ ഭാഗത്ത് കൊടുക്കുക. ഇതിൽ വരുന്ന മെയിൻ നെഗറ്റീവ് എടുത്തിട്ട് ടെർമിനലിൽ കൊടുക്കുക. നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. ഇവിടെ പോസിറ്റീവ് ടെർമിനൽ, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ. 27.10 27 വോൾട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ഇൻവെർട്ടറിലോ വാഹനങ്ങളിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് 24 വോൾട്ടിൽ 200 AHന്റെ ലീഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി അല്ലെങ്കിൽ ലൈഫ് Po4 ബാറ്ററി നിർമ്മിച്ചെടുക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.